ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെ പോയി എന്നുള്ളത് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മോണിറ്റൈസേഷൻ പോയ നമ്മൾ വീഡിയോസ് ഒരുപാട് കാണാനിടയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റേത് എങ്ങനെ പോയി, എനിക്കെന്താ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളതാണ് ഒരുപാട് പേർക്ക് അറിയാനായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലിലുള്ള മോണിറ്റൈസേഷനല്ല, ഇതിലാകെ 42 സബ്സ്ക്രൈബർ എങ്ങാണ്ടുള്ളൂ. പക്ഷേ എൻ്റെ മോണിറ്റൈസേഷൻ പോയത്, എനിക്ക് ഓൾറെഡി 2 ചാനലൊക്കെ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കേട്ടോ. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാനലിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതും പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വേറൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം എനിക്ക് 3 ചാനലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഫസ്റ്റ് വീഡിയോസിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫസ്റ്റ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുക, അന്നേരം എൻ്റെ മനസ്സിൽ പിന്നെ റിപ്പീറ്റായിട്ടൊന്നും പറയണ്ടല്ലോ. അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. എൻ്റെ മോണിറ്റൈസേഷൻ പോയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നെ എന്താ പറയുക, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്റൈസേഷനാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കിയാണ്. പിന്നീട് അത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നമുക്ക് അത് അനുഭവിച്ചറിയണം. എന്താ പറയുക, അതൊരു ക്രിയേറ്റർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന അറിയുകയുള്ളൂ. എൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അത് റീയൂസ്ഡ് കണ്ടൻറ്റാണ് കേട്ടോ. റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേറൊരാളുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒരാളെ കണ്ടൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട വീഡിയോസിന് വീണ്ടും ഇടുക, അല്ലെങ്കിൽ നമ്മൾ വലിയ വീഡിയോസിൽ നിന്ന് ഷോർട്സ് വീഡിയോസൊക്കെ ഇടുക, അങ്ങനെയൊക്കെയാണല്ലോ റീയൂസ്ഡ് വരിക. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ വന്നു. പിന്നെ ഒരു അപ്പീൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, മോണിറ്റൈസേഷൻ പോകാതെ തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ നമ്മളെടുത്തിട്ടില്ലെങ്കിൽ അതിൽ ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് വന്ന മെയിൽ, അങ്ങനെ ആ ഓപ്ഷൻ അങ്ങനെ പോയി. ഇപ്പോൾ എനിക്ക് റീഅപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ ജനുവരി 7-ാം തീയതിയാണ്. പിന്നെ ഒരുപോലെയുള്ള തമ്മിൽ, ഒരുപോലെയുള്ള ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഇതിന് ഇഷ്യൂസാണ്. പക്ഷേ അത് ഓരോരോ കാറ്റഗറിക്ക് നമുക്ക് ഓരോരോ തമ്പനയിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപോലെയുള്ളത്, ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഒരുപോലെ, ഞാൻ നടത്തുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ്. സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തമ്പനയിലും ടൈറ്റിലും ഒക്കെ വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിനെ അറിയിച്ചു കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ആ അപ്പീൽ ഓപ്ഷനിൽ പറയാൻ. പക്ഷെ ഞാനത് ശരിക്കും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ വീഡിയോ സഹിതം വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ വിടണമായിരുന്നു. പക്ഷെ അതിലെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്നാണ് പിന്നീട് മെയിലിൽ കണ്ടത്. ഏതായാലും ആ ഒരു ഓപ്ഷൻ അങ്ങ് പോയി എന്ന് പറയാം. ഇനിയിപ്പം 3 മാസം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. പക്ഷെ അതൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് എൻ്റെ ഇതിൽ ക്രിയേറ്റിവിറ്റി ഇല്ല എന്നാണ്. അത് ഞാൻ ഇപ്പം ഞാൻ ഒരുപാട് മുന്നേ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് ഞാൻ കുറേ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതത്ര ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എൻ്റെ ചാനലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ മുന്നോട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ചലിക്കുന്ന വീഡിയോ നമ്മളെ വീഡിയോസിൽ കാണണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അതില്ല. അതാണ് ഒരു പ്രോബ്ലം, അതാണ് കാണുന്നത്. പിന്നെ ഒരുപോലെയുള്ള തമ്പനയിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബോർഡ് ഒരുപോലെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിതിൽ വ്യത്യസ്തമായിട്ടാണ് അതിലുള്ള തമ്പനയിൽ നമ്മൾ എഴുതുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ തന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവും, അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ അതൊന്നിപ്പം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റമാണല്ലോ, അതിൻ്റെ അൽഗോരിതത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ആളുകളല്ല അത്
മാനേജ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കേൾക്കാണ്ടായത്. എന്തോ നമുക്കറിയില്ല. അപ്പോൾ അനുസരിച്ചുള്ള അൽഗോരിതങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ നമ്മളതൊക്കെ എന്തോ ഒരുപോലെ ആയിട്ടാവും കാണുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പോകുന്നുണ്ട്. ഒരു അപ്ഡേഷൻ തരുന്നത് നമ്മളത് അനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്കങ്ങനെ വന്നത് കൊണ്ട് നമുക്കത് കൊണ്ട് നല്ലതേ വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിത് വന്ന സമയത്ത് ഇങ്ങനെ വിഷമമുണ്ട് കേട്ടോ, ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഞാൻ എന്താ ചിന്തിച്ച്, എനിക്ക് ഇതില്ല, ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ വീണ്ടും എനിക്ക് അപ്പീൽ ഓപ്ഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതുപോലെ ചെയ്യുകയായിരിക്കും. അത് ഇനിയൊരു ചേഞ്ച് വരാനുണ്ടായ കാരണം എനിക്കിപ്പോൾ ഇതാണ്. ഇനിയിപ്പം ജനുവരിയിൽ എനിക്ക് കിട്ടിയാല സമാധാനമുള്ളൂ. ഇപ്പം ഞാൻ വേറൊരാളെ ഒരു വീഡിയോ കാണാനിടയായി. അതാണ് എനിക്കിത് ചെയ്യാൻ തന്നെ കാരണം. പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് പോയത്, പിന്നെ അങ്ങനെ പോയ ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. ഇതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ പോയ ആ ഒരു വീഡിയോ കാണാനിടയായി. ഇപ്പോൾ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പം ഷോർട്സിൽ കുറച്ച് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഷോർട്സ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പം കുഞ്ഞു വീഡിയോസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പെട്ടെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഷോർട്സ് എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് അല്ലേ, ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഷോർട്സ് എടുക്കുക. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനെ തന്നെ കാണിച്ചത്, ഇങ്ങനെയാണ് നമ്മൾ ഷോർട്സ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇങ്ങനെയും ചെയ്യും. അപ്പം ഈ ഷോർട്സ് എടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ എടുത്തിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യാറില്ല. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട്. ഷോർട്സ് എടുക്കുന്ന ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോസ് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ വീഡിയോസുകളാണ് ഇപ്പം മോണിറ്റൈസേഷൻ കട്ടായി എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ കണ്ടു. അതും ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളറിയില്ലല്ലോ, യൂട്യൂബിൻ്റെ അപ്ഡേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും എന്തൊക്കെ മാറിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ അതിലാണ് ഓരോന്നും പോകുന്നത്. പക്ഷേ യൂട്യൂബ് നമുക്കത് നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂട്യൂബ് അങ്ങനെ ഓരോ അപ്ഡേഷൻ ഇറക്കുന്നത്. അതും വേണം പറയാൻ. നമുക്കതേക്കുറിച്ചിട്ട് അറിവില്ലായിട്ടാണ് നമുക്കിങ്ങനെ ഒരു അബദ്ധങ്ങൾ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തികളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ അധികവും ചെയ്ത വീഡിയോസ് നമ്മൾ ഷോർട്സ് മോഡലാണ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാച്ച് അവർ ഉണ്ടല്ലോ, ആ ഒരു ഷോർട്സ് വീഡിയോ മോഡലെടുത്ത ആ ഒരു വാച്ച് അവർ ഫുള്ള് അവരുടെ പോയി. അതായത് ആ വീഡിയോസ് ഫുള്ള് ഷോർട്സിലേക്ക് കയറി. അപ്പോൾ ഷോർട്സിൽ വരുമല്ലോ, ഷോർട്സിലെ വാച്ച് അവർ നമ്മൾ 4000 മണിക്കൂറിലേക്ക് ആഡ് ആവില്ല. അത് ഷോർട്സ് വൈറലായിട്ട് 10 മില്യൺ ആകുമ്പോഴാണ് നമുക്കൊരു മോണിറ്റൈസേഷനിലെ ഓപ്ഷൻ കിട്ടുന്നത്. പക്ഷേ ഇവരുടേത് അതിലുള്ള വാച്ച് അവറൊക്കെ പോയിട്ട് അത് ഷോർട്സിലേക്ക് പോയി. അപ്പോൾ ഫുള്ള് വീഡിയോസും അങ്ങനെ തന്നെയാണ്. അതിൽ ലോങ് വീഡിയോ കുറവായിരിക്കും. അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് 4000 മണിക്കൂറായിട്ട് മോണിറ്റൈസേഷൻ ഓണായിട്ട് അതിന് കിട്ടിയ വാച്ച് അവർ കംപ്ലീറ്റും പോയിട്ട് 1000ലേക്ക് എങ്ങാണ്ട് വന്നാലോ. അപ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവരൊക്കെ കരഞ്ഞും കൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാനാണ് നമ്മളതും കൂടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ എങ്ങനെ പോയി എന്ത് പോയി, ഇപ്പോൾ അവർക്കും ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. നമ്മൾ അത് നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ക്ഷമിച്ച് കിട്ടിയതാണല്ലോ നമുക്ക് 4000 മണിക്കൂർ അല്ലേ. അത്രയും ക്ഷമിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ഒരാൾ ജെന്യുനായിട്ട് സബ്സ്ക്രൈബർ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് എഫേർട്ട്, ഒരുപാട് ക്ഷമയും നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ ഒരു വ്യക്തികൾക്ക് മാത്രമേ അതറിയുള്ളൂ. ഞാനൊക്കെ 4 വർഷം നിന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ. പിന്നെ എനിക്കൊരു വർഷം കൊണ്ടായത് എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നും ഞാൻ ആ ചാനലിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യം 6 മണി 7 മണീൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോസ് പോകും. അതിനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ.
എല്ലാവരും അല്ല, ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇപ്പോഴും കൂടി വരുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ജോലി ചെയ്യുമ്പം അതിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുമല്ലോ, അതേപോലെ കരുതിയാൽ മതി. എപ്പോഴും നമുക്ക് നല്ല തന്നെ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരില്ലല്ലോ. രണ്ടും വേണ്ട, നമ്മൾ അംഗീകരിക്കുക അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻ്റെതൊക്കെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറും കിട്ടാൻ തുടങ്ങിയിട്ട് 3 പ്രാവശ്യം ഡോളർ കിട്ടി. 4ാമത്തെ പ്രാവശ്യം എൻ്റെ ആഡ്സെൻസ്ക്ക് കയറിയ ഉടനെയാണ് എനിക്ക് ഈ ഒരു മെയിൽ വന്നതും ഇങ്ങനെ സംഭവിച്ചൊക്കെ. അപ്പോൾ ആഡ്സെൻസ്ക്ക് കയറി ക്യാഷ് നമുക്ക് പോവില്ല. പക്ഷേ നമ്മൾ ആഡ്സെൻസ്ക്ക് കയറാൻ ഒരു 98-99 ആയ സമയത്താണെങ്കിൽ നമ്മൾ ആ പൈസ വരെ നമുക്ക് പിന്നീട് റെഡി ആവുന്ന സമയത്ത് കിട്ടുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നതിന് ശേഷം $4-5 അതിൽ കയറി കിടക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഈ 3 മാസം ഇങ്ങനെ തള്ളി നീക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ചാനൽ ഞാൻ പറഞ്ഞല്ലോ, അതിനോടൊപ്പം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൽ ബേസിക് അറിയാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ അതെന്നെ പിന്നെ ഇതിൽ തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സും തുടങ്ങിയതാട്ടോ ഞാൻ. അതിലും പെട്ടെന്ന് എനിക്ക് 1K സബ്സ്ക്രൈബറൊക്കെ ആയി. പിന്നെ ഓരോരോ വീഡിയോസ് ചെയ്ത് അതിലിപ്പോൾ അത്യാവശ്യം വാച്ച് കുറച്ചായിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ രണ്ടാമത് ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലേക്കിടും. പിന്നെ ഇതിലേക്ക് പറഞ്ഞത് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 2 ചാനലുണ്ടല്ലോ, മോണിറ്റൈസേഷൻ പോയ ചാനലും മോണിറ്റൈസേഷൻ ആകാത്ത ചാനലും. അപ്പോൾ ഇതിലേക്കൊക്കെ ഒരു ടൈം വെച്ചിട്ട് അങ്ങനെ ഇപ്പം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നു. ഏതിലെങ്കിലും വരുന്നത് വരട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ മാത്രമല്ല, ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പൈസ ഒക്കെ അല്ലെങ്കിൽ ഡോളർ കയറാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ചാനൽ. സത്യത്തിൽ അതുതന്നെയാണ് നമ്മളെ ലക്ഷ്യം. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ നമ്മൾ വിഷമിപ്പിക്കരുത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ബ്ലോഗും കാര്യങ്ങളും ആണെങ്കിൽ അത് നമ്മൾ ആളുകളെ എൻഗേജ്ഡായി ഇരുത്താൻ വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് വന്നെന്ന് വെച്ചിട്ട് അത് നിർത്താൻ പോകരുത്, തുടർന്നുകൊണ്ടിരിക്കുക. ബാക്കി നമ്മൾ വയ്യ വന്നോളും, ഇതൊക്കെ നമുക്ക് നല്ലതിനാണ്. അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പിന്നെ വീഡിയോസായിട്ട് ചെയ്യാൻ തുടങ്ങി. ഫേസ് കാണിക്കാറില്ലായിരുന്നു, ഞാൻ ഫേസ് കാണിച്ചിട്ടും കാണിക്കാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ എനിക്ക് പറ്റുമല്ലോ, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാട്ടോ. അപ്പോൾ അതിൽ ഇതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എനിക്ക് ക്യാഷ് കിട്ടിയതോ ഡോളർ വന്നതോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് കാണാനല്ല അതിലുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അവർ വന്നിട്ടുള്ളത് നമ്മളെ ക്ലാസ് കേൾക്കാനാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ വേറൊരു കാര്യം പറയുക എന്നുള്ളത് ഒരു പോസിബിൾ അല്ല. ഈ ഒരു ചാനൽ തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഫോണിൽ ഇപ്പോൾ എല്ലാം കൂടി വിടാൻ കഴിയില്ലല്ലോ. അത് ഡിലീറ്റായി പോകണ്ട വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയത് കേട്ടോ, ഈ ഒരു ചാനൽ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഷോർട്സൊക്കെ ഇട്ട് ഇത് വലിയ ആക്റ്റീവൊന്നുമല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ പോയ ഉടനെ എനിക്ക് തോന്നി ഇതുപോലെ ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. ഇപ്പോൾ തമ്പനിയിലായാലും ഡിസ്ക്രിപ്ഷനിലായാലും എൻ്റെ പ്രശ്നം അതാണല്ലോ, ഒക്കെ ശ്രദ്ധിക്കാതെ നമ്മളങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു ഇതായും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ അത് അപ്ലോഡ് ചെയ്തത്. അതിന് ശേഷമാണ് ഇതിൽ ചെറുതായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇപ്പം പലതരത്തിലുള്ള ഇഷ്യൂസ് വന്നിട്ട് മോണിറ്റൈസേഷൻ പോയിട്ടുണ്ടെന്ന് അറിയാനായി. അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. വീണ്ടും ഇനിയിപ്പോൾ ആവർത്തിക്കേണ്ടല്ലോ എന്ന് വെച്ചിരുന്നപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ കാണാനിടയായി. അവരത് വേറെ പ്രശ്നമാണ്, എൻ്റേത് വേറെ പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. എനിക്കും അതുപോലെ ജനുവരി 7-ാം തീയതി കഴിഞ്ഞിട്ട് എൻ്റെ മോണിറ്റൈസേഷനും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ പോയ എല്ലാവർക്കും
എല്ലാവരുടെ പ്രശ്നങ്ങളും തീർന്ന് സമാധാനമായിരിക്കട്ടെ. ഒരുപാട് വിഷമം ഉണ്ടാവും കേട്ടോ, കാരണം അത്രയ്ക്കും പ്രതീക്ഷയോടെ നമ്മൾ വന്നതാണ്. പക്ഷേ എനിക്കൊന്നും ആ വിഷമം തോന്നാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ 3 ചാനലിലും വീഡിയോസ് ഇട്ടിട്ടും പിന്നെ നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആയിട്ടും അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും തള്ളി നീക്കുകയാണ്. ഞാൻ കുറേ മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലെ പ്രശ്നം വന്നാൽ 3 മാസത്തേക്ക് പിന്നെ വരും, പിന്നെ നമുക്ക് വീഡിയോസ് ഇടാൻ തോന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ആ ആളുകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ ചാനലിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, എങ്ങനെയാണ് ആ വ്യക്തികളൊക്കെ അത് സഹിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത് അനുഭവിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്കെന്തോന്നും അറിയില്ല കേട്ടോ, ആ ഒരു വിഷമം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ വീഡിയോസ് അങ്ങനെ തന്നെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും അങ്ങനെ ചെയ്തു പോകും. കാരണം ഈ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് അല്ലേ. മറ്റേതാകുമ്പോൾ നമ്മൾ ഓൺ വോയിസ് കൊടുക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, വിടുന്നു, വലിയ റിസ്ക് ആയി വരുന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത് ചിലപ്പോൾ ലക്ഷക്കണക്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നതെങ്കിൽ നമുക്കത് താങ്ങാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡോളറൊന്നും നഷ്ടപ്പെടാതെ നമുക്കിങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റി. ഇനി നമുക്ക് റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നതെന്ന് അറിയില്ല. അപ്പോഴൊന്നും ഇല്ലാതെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂ, നല്ലതാവട്ടെ എന്നൊക്കെയാണ് മനസ്സ് വരുന്നപ്പം. അങ്ങനെയൊക്കെയുള്ള ഓരോന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് സമാധാനിച്ചിരിക്കുകയാണ്. ടെൻഷനില്ല, ഒരുപാട് ടെൻഷനുണ്ടാകും. പക്ഷേ എന്നെക്കാളും ടെൻഷൻ എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, ഇവരൊക്കെ ഞാൻ എന്താണെന്ന് കാരണം അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഡെയിലി എവിടെ പോകുമ്പോൾ പോലും ഞാൻ വീഡിയോസ് ഇടാതെ നിൽക്കാറില്ല. അത്രയ്ക്കുമാണ്. ഇപ്പോഴും എനിക്ക് ആ സമയം വരുമ്പോൾ വീഡിയോസ് ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അത് ഡോളർ കയറുന്നുണ്ടോ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനൊന്നല്ല, നമ്മൾ ആ ഒരു ടൈം നമ്മളെ മനസ്സിലേക്ക് വന്നു. ഇപ്പം 3 ചാനലാണ്. അപ്പോൾ ഈ 3 ചാനലിലൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും വീഡിയോസ് ആവണം എന്നുള്ളൊരു ഇതിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഇടുള്ളൂ കേട്ടോ. ഇതിൽ എപ്പോഴൊന്നും വീഡിയോസ് ഇടാറില്ല. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വ്ളോഗ് പരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. മറ്റ് 2 ചാനലുമാണ് ഭയങ്കരമായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക, നമ്മുടെ റിസോഴ്സ് പാലസ്, അതുപോലെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളതൊക്കെ കണ്ടു വെക്കുക. അപ്പോൾ എൻ്റെ റിസോഴ്സ് പാലസ് എന്ന് പറഞ്ഞ ചാനലിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ പോയിട്ടുള്ളത്. അപ്പോൾ ഒക്കെ തിരിച്ചിരുന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ആരും തളരരുത്, നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ, അതുപോലത്തെ ഒരു നഷ്ടമാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. നമ്മളൊരു കൂടപ്പിറപ്പ് മരിച്ചു പോയാൽ നമ്മൾ ജീവിക്കുന്നില്ലേ, അതൊക്കെ പോലെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മളങ്ങോട്ട് ചിന്തിക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, വീഡിയോസ് ഇടുക. ചാനൽ പോയിട്ടില്ലല്ലോ, ചാനൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനല്ലേ ഒന്നുകൂടി കഷ്ടപ്പെട്ട് എന്താ ചെയ്യുക. അപ്പോൾ ഞാനും അതേ ഒരു ഇതിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ പോകുന്ന ആൾ, ഇന്നലെയൊക്കെ അവരുടെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ഇതിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്താണല്ലേ നമുക്കൊന്നിലും ആക്റ്റീവ് ആകാൻ കഴിയില്ല. അപ്പം ആ ഒരു ആൾ ജോലിക്ക് പോകാനോ ഒന്നിനും മൂടില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറയാം, ഞാനിപ്പോൾ വീട്ടിലാണ്, വീട്ടിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക്, പക്ഷെ എന്താ അതാരെയും അറിയിച്ചില്ല. അത് നമ്മുടെ വീട്ടിലായാലും ആ വിഷമം ഞാൻ അറിയിക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്നും ചിന്തിച്ച് ഇങ്ങനെ പോകുന്നു. ഇനി ജനുവരി 7-ാം തീയതി കഴിഞ്ഞിട്ടുള്ള എന്താണ് എനിക്ക് വന്നത് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ ബെല്ലൈക്കനോ ഓപ്ഷനോ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ആരെങ്കിലും ടെൻഷനായിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.